മനുഷ്യരായിട്ടുള്ള എല്ലാവരുടെയും ഹൃദയം തുറങ്ങുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അതായത് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളത്. അവിടെ ജോലി ചെയ്യുന്ന ആയമാർ ചെയ്ത പണിയാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞ് കിടക്കയിൽ മൂത്രം ഒഴിച്ചു എന്നാണ് പറയുന്നത്. ഇത് 2 ദിവസം മുന്നേ നടന്ന സംഭവമാണ്. ശരിക്കും അതിൻ്റെ ജനനേന്ദ്രിയത്തിലൊക്കെ നുള്ളിയ പാടുകൾ കണ്ടുപിടിച്ചാണ് ഇവർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഈ സ്ത്രീകൾ ശരിക്കും അവർ അമ്മമാരാണോ? അവർക്ക് എന്തെങ്കിലും മനസാക്ഷിയുണ്ടോ? അവർ കണ്ണിച്ചോരയുണ്ടോ ഈ കുഞ്ഞുങ്ങളോടെ? വാത്സല്യം തോന്നുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളോടെ? 2.5 വയസ്സുള്ള കുഞ്ഞിന് മൂത്രം ഒഴിക്കാൻ നേരം ആ കുഞ്ഞിന് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറയാൻ പറ്റുമോ? അതായത് അമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്കും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ സ്വന്തം കുഞ്ഞായാലും അയൽപക്കത്തെ കുഞ്ഞായാലും അല്ലെങ്കിൽ ഏത് ദേശത്തുനിന്ന് വന്ന ഒരു പിഞ്ചു കുഞ്ഞാന്ന് പറഞ്ഞാലും നമുക്കെല്ലാവർക്കും ആ കുഞ്ഞിനോട് എന്താ ഒരു വാത്സല്യമാണ് തോന്നുന്നത്. എപ്പോഴും മനസ്സ് നിറച്ച് വാത്സല്യം തോന്നും. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് മൂത്രം ഒഴിച്ചാലും അതിൻ കേസ് അപ്പിയിട്ടാൽ കൂടി തന്നെ അതിനെ ആർക്കാണ് അതിനെ ഉപദ്രവിക്കാൻ തോന്നുന്നത്? ഇത് എന്തൊരു സ്ത്രീകളാണിത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്തെന്നറിയാവോ? പല സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് മാസം എന്തെങ്കിലും വരുമാനം വേണം. അവരെ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. അവർക്ക് ഒരേ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മാസം സാലറി കിട്ടണം. പല സ്ത്രീകളും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ട് അവർ ജോലിക്ക് വെളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി ഇങ്ങനെ കെയർ ഹോമൊക്കെ ഇല്ല, അവിടെയൊക്കെ പോയി ചെന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ പശുവിനെ വളർത്തുകയോ ആടിനെ വളർത്തുകയോ കോഴിയെ വളർത്തുകയോ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ, അതൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുള്ള ജോലിയില്ല. അപ്പോൾ ഇതിനൊന്നും പോകാതെ അവരിതുപോലെ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ഡെയിലി പോയി അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊരിക്കലും നമ്മൾ മനസ്സിലാക്കുക, ആ ജോലി അവരിഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. അവർക്ക് ലക്ഷ്യം ശമ്പളം മാത്രം. ഇതേപോലെ തന്നെ ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് പറഞ്ഞാണ് അവർ ചെല്ലുന്നത്. അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇഷ്ടമോ അത് അവരുടെ പാഷനോ അല്ലെ അവരതിനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ല അവർ ഈ വർക്കൊന്നും ചെയ്യുന്നത്. മാസം ശമ്പളം കിട്ടണം, അതുമാത്രം ഒറ്റ ലക്ഷ്യത്തിലാണ് എല്ലാവരും ഒരുപാട് പേര് ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നത്. കാരണം നമ്മളൊരു കുട്ടിയെ നോക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോടൊരു ഇഷ്ടം തോന്നി അതിനെ നോക്കിയാൽ മാത്രമേ അതിനൊരു വാത്സല്യമൊക്കെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്കതിനെ ശരിക്കും ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലുമാണെന്ന് പറഞ്ഞാലും ശരിക്കും കുഞ്ഞുങ്ങളോട് അതുപോലത്തെ ഒരു ഇഷ്ടം തോന്നുകയും കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കാം, ആ പഠിപ്പീരിനകത്തുള്ള ത്യാഗ മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ആ പഠിപ്പീര് പോലും വിജയിക്കത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എല്ലാവർക്കും ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജോലി. പല കുട്ടികളും സ്കൂളിലാണെന്ന് പറഞ്ഞാലും ടീച്ചേഴ്സ് ഹരാസ് ചെയ്യുകയും മാനസികവും ശാരീരികവുമായി ഒരുപാട് പീഡിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളിലുള്ള ഇങ്ങനത്തെയുള്ള ആൾക്കാർക്ക് ഉള്ളിലുള്ള ദേഷ്യമൊക്കെ അവരുണ്ടല്ലോ, അവർ പിള്ളേരോട് തീർക്കും. അതാണ് നമ്മൾ വാർത്തക്കത്ത് കിട്ടില്ലേ, പിള്ളേരെ ഉപദ്രവിച്ചു